ഹായ് ഹലോ വെൽക്കം ടു വിലിയോറ സ്പാർക്സ്. ആൻഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബേൺ ഔട്ട് കാർഡാണ്. ഇത് എത്രത്തോളം ശരിയാവും എന്ന് എനിക്ക് ഒരിതുമില്ലായിരുന്നു, കാരണം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫ്ലോപ്പായി പോവുകയാണ് ചെയ്തത്. അത് ഞാൻ വീണ്ടും എടുത്തെടുത്താണ് ഈ ഒരു അവസ്ഥയിലെത്തിയത്. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഇത് ചെയ്ത് നോക്കുന്നതെന്ന് പറയുമ്പോൾ ഫിഫ്ത്തിൽ ഞാൻ 2 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ 2 ഫ്ലോപ്പ് ആവുകയാണ് ചെയ്തത്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമിൽ ഞാൻ പേപ്പർ വാഷിംഗ് ടേപ്പൊക്കെ ഒട്ടിച്ചു കൊടുത്തു, കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട്. കാരണം എനിക്ക് ഫ്രണ്ടിന് കൊടുക്കാനുള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് പേപ്പർ വാഷിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അത് പേപ്പർ വാഷിംഗ് ടേപ്പ് ആയതുകൊണ്ട് തന്നെ ടിഷ്യൂ പേപ്പർ കത്തുന്നതിൻ്റെ കൂടെ പേപ്പർ കൂടെ കത്തിപ്പോയി. അങ്ങനെയാണ് അത് ഫ്ലോപ്പായത്. പിന്നെ ഇതെന്ന് പറയുമ്പം എന്തോ ഒരു ലക്കിനെ ശരിയായി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതും ഫ്ലോപ്പായി പോകേണ്ടതായിരുന്നു. ഇതിൽ നിന്ന് ഞാൻ രണ്ടാമത് 1 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി ഈ വീഡിയോ കഴിഞ്ഞിട്ട്. അപ്പം ഇത് പുകയൊക്കെ വരുന്നുണ്ട്. ഞാൻ ഒരു മൊത്തോടെ കത്തിപ്പിടിച്ചെന്ന്. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇല്ല, എന്തോ ഒരു ഭാഗ്യം, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കളർ അടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്കെച്ച് പെൻ വെച്ച് വരച്ച് കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എഴുതുന്ന കാര്യം ഫ്രെയിമിനകത്തുണ്ടായിരിക്കണം. കാരണം ഞാൻ എഴുതിയത് ഹാപ്പി ബർത്ത്ഡേ എന്നല്ല, അപ്പോൾ എൻ്റെ ഹാപ്പി ഫ്രെയിമിന് പുറത്തായിപ്പോയി. അപ്പം ഹാപ്പി എന്നുള്ള വേർഡ് കാണാൻ പറ്റില്ല നമ്മളിത് കത്തിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ആ ഒരാൾക്ക് കാണണമല്ലോ ഫുള്ള്, അപ്പം നമ്മളിത് കൊടുക്കുന്ന ഒരാൾക്ക് കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്നെങ്കിൽ ഹാപ്പി എന്നുള്ള വേർഡ് മുന്നിലായിട്ട് നടുക്കായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രെയിം ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം എഴുതി കൊടുക്കാൻ. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫ്രെയിം ഒട്ടിക്കാൻ ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് കാർഡ്ബോർഡ് ഇങ്ങനെ കട്ട് ഔട്ട് ചെയ്തെടുത്തതിന് ശേഷം ഡബിൾ സൈഡ് ടേപ്പ് മുകളിൽ ഒട്ടിച്ച് വയ്ക്കുക. ഒന്നെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫെവിക്കോളായാലും യൂസ് ചെയ്യാം. രണ്ടും ഓപ്ഷനിലാണ്. എൻ്റെ കയ്യിൽ ഫെവിക്കോൾ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടായിരുന്നു. അത് പേന്ന് ഒട്ടി പിടിക്കില്ല, കാരണം കുഴപ്പമില്ല, കുറേ നേരം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ. വേണേൽ കുറച്ച് അലങ്കാരപ്പണിയോട് ചേർത്ത് നിങ്ങൾ കത്തിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കണ്ട. ഒരു കമൻറ്റ് വിട്ടിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ വായിച്ചിരിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.